ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിരുവോണമൊക്കെ എല്ലാവരും സന്തോഷത്തോടെ ആഘോഷിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഉത്രാടത്തിന് ചെറിയൊരു സദ്യയൊക്കെ വീട്ടിൽ വെച്ചു. പിന്നീട് ജ്യേഷ്ഠൻ്റെ വീട്ടിലായിരുന്നു ഓണാഘോഷം, തിരുവോണത്തിന് ആഘോഷം അവിടെയായിരുന്നു ഇത്തവണ. കഴിഞ്ഞ വർഷത്തെ അത്രയും മെമ്പേഴ്സൊന്നും ഇത്തവണ ഇല്ലായിരുന്നു. എങ്കിലും ഉള്ളവരെ വെച്ചിട്ട് വളരെ സന്തോഷമായിട്ട് ഓണമൊക്കെ ആഘോഷിച്ചു. സദ്യയൊക്കെ ഒരുങ്ങി, സേമിയ പായസം, അതുപോലെ അടപ്രഥമന് എല്ലാ വിഭവങ്ങളും തയ്യാറാക്കി. എൻ്റെ വകയായിരുന്നു കൂട്ടുകറി, അവിയലും. ചേച്ചിയാണ് ബാക്കി, ചേച്ചിയും ചേട്ടൻ്റെ സഹോദരിയും ഉണ്ടായിരുന്നു. അവരെല്ലാം കൂടെ അവിടെ ബാക്കി വിഭവങ്ങളൊക്കെ തയ്യാറാക്കി. രണ്ട് വീട്ടിലും അത്തപ്പൂക്കളമൊക്കെ ഇട്ടു. എല്ലാവരും ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു സന്തോഷമാണ് ഓണമെന്നൊക്കെ പറയുന്നത്. അതൊരു പ്രത്യേക എനർജി തന്നെയാണ് നമുക്ക്. ജ്യേഷ്ഠൻ്റെ ഒരു സഹോദരിയും മകളും മരുമകനും ഉണ്ടായിരുന്നു. പിന്നെ ജ്യേഷ്ഠൻ്റെ കുടുംബം, രണ്ട് ജ്യേഷ്ഠന്മാർ അടുത്ത് താമസിക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി. പിന്നെ എൻ്റെ മക്കൾ നേരത്തെ തന്നെ വന്നു, 2-3 ദിവസം മുന്നേ തന്നെ കുട്ടികളെല്ലാം വന്നു. സദ്യ ഉണ്ടാക്കുന്നതിലോ സദ്യ കഴിക്കുന്നതിലോ മാത്രമല്ലല്ലോ ഓണമെന്ന് പറയുന്നത്. എല്ലാവരും ആ ഒരുമിച്ച് കൂടുന്നതിൻ്റെ ഒരു ആനന്ദം, അതാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്നത്. അമ്മയും അച്ഛനും ഒക്കെ ഉള്ള സമയത്തും ഇതുപോലെ തന്നെയാണ്. മക്കളെല്ലാവരും മിക്കവാറും എത്താൻ പറ്റുന്നവരെല്ലാവരും തന്നെ ഓണാഘോഷത്തിന് കൂടാറുണ്ട്. ഇത്തവണയും അച്ഛനും അമ്മയൊന്നും ഇല്ലെങ്കിലും എല്ലാവരും പറ്റുന്നവരൊക്കെ തന്നെ വന്നു. നെക്സ്റ്റ് ഓണവും ഇതുപോലെ ഗംഭീരമാവണമെന്ന് ആഗ്രഹിക്കുന്നു. എപ്പോഴും പുതിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. താമസിച്ചു പോയെങ്കിലും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ. ഞങ്ങൾക്ക് ഓണം തീർന്നിട്ടില്ല. ഉത്രട്ടാതി വള്ളംകളി മഹോത്സവം സദ്യയൊക്കെ ഉണ്ട്. അതിന് എൻ്റെ ചേച്ചി ആറന്മുളയുണ്ട്, അവിടെയാണ് ഞങ്ങൾക്ക് സദ്യയൊക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.